ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബിഗ് സ്റ്റുഡിയോ. പ്ലേ ഓഫ് ഉറപ്പിച്ച് വമ്പന്മാർ. IPL 2025 തകർപ്പൻ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 10 വിക്കറ്റ് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് അങ്ങനെ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ GTയുടെ വിജയത്തോടു കൂടി GTക്ക് പുറമെ പഞ്ചാബും RCBയും അങ്ങനെ ഇന്നലത്തെ ആ ഒരു മാച്ച് ഡേയോട് കൂടി തങ്ങളുടെ പ്ലേ ഓഫ് സ്പോട്ട് അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം സൂപ്പർ സൺഡേ ആയിരുന്നു. ഡബിൾ ഹെഡർ പോരാട്ടങ്ങളായിരുന്നു. ആദ്യ മത്സരത്തിൽ RRനെ വീഴ്ത്തി പഞ്ചാബും, രണ്ടാം മത്സരത്തിൽ DCയെ GTയും പരാജയപ്പെടുത്തിയതോടു കൂടിയാണ് RCB, പഞ്ചാബ്, ഗുജറാത്ത് ടീമുകൾ അങ്ങനെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നത്. സോ ഇനി അവശേഷിക്കുന്ന ഒരു സ്പോട്ടിനെ ബാക്കിയുള്ളത് ഡൽഹിയും മുംബൈയും അതോടൊപ്പം തന്നെ ലക്നൗ സൂപ്പർ ജയൻസുമാണ്. സോ രണ്ടാം പോരാട്ടം ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ KL രാഹുലിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ കരുത്തിൽ 199 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താനാകാതെ ആദ്യ വിക്കറ്റിൽ ഓപ്പണിംഗ് പെയറിൽ തന്നെ സായി സുദർശനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്ന GTയുടെ കരുത്തുറ്റ ബാറ്റിംഗ് സഖ്യം 10 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഒരു ഓവർ ബാക്കി നിൽക്കെ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യം വരുന്ന DCക്ക് വേണ്ടി KL രാഹുൽ തൻ്റെ ഈ സീസണിലെ ആദ്യ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. 2 സീസണുകൾക്ക് ശേഷമാണ് അദ്ദേഹം IPL ഒരു സെഞ്ചുറി നേടുന്നതെന്നും ശ്രദ്ധേയമായിട്ടുള്ള ഫാക്റ്റ് തന്നെയാണ്. 65 പന്തുകൾ നേരിട്ട് താരം പുറത്താവാതെ 112 റൺസാണ് നേടിയത്. അഭിഷേക് പോറൽ 30ഉം ക്യാപ്റ്റൻ അക്സർ പട്ടേൽ 25 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. GTക്ക് വേണ്ടി അർഷാദ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ, സായി കിഷോർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ ഒരു ഓവർ ബാക്കി നിൽക്കെ 10 വിക്കറ്റിൻ്റെ ഒരു ത്രസിപ്പിക്കുന്ന ചേസായിരുന്നു GT കഴിഞ്ഞ ദിവസം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നേടിയെടുത്തത്. ഓപ്പണിംഗ് പെയറിൽ തന്നെ അവർ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. സായി സുദർശൻ 61 പന്തിൽ 108 റൺസും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 93 റൺസുമായി പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരാജയം ശരിക്കും അത് പരാജയത്തോടു കൂടി GT, പഞ്ചാബ്, RCB ടീമുകൾ അങ്ങനെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരു സ്പോട്ട് മാത്രമാണ്. അതിനുവേണ്ടി പോരാടുന്നത് മുംബൈയും ഡൽഹിയും അതിന് പുറമെ ലക്നൗ സൂപ്പർ ജയൻസുമാണ്. ഇനി ഈ ഒരു പ്ലേ ഓഫ് റേസിൽ ഡൽഹിയുടെ മുംബൈയുടെ ഭാവി നിശ്ചയിക്കുന്ന പോരാട്ടം അത് May 21 ബുധനാഴ്ച നടക്കാൻ പോവുകയാണ്. DC vs MI ക്ലാഷ്. സോ ആ മത്സരത്തിലായിരിക്കും നാലാമത്തെ ടീമിനെ ഒരു പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കുക. കാരണം ആ മത്സരം കൂടി ഡൽഹി പരാജയപ്പെടുകയാണെങ്കിൽ ഡൽഹി അങ്ങനെ പ്ലേ ഓഫ് കാണാതെ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഇനി ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു മത്സരമുണ്ട്. സോ SRH ആണ് LSUയുടെ എതിരാളികൾ. സോ കാത്തിരിക്കാം അവസാന 4-ലെ അവസാന ടീം ആരായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.